ഹായ് ഡിയേഴ്സ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ കുറിച്ചാണ് അല്ലെ. അപ്പം ഒരു മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് അറിയാമെങ്കിൽ ആ മീഡിയത്തിലൂടെ ലൈറ്റ് എത്ര സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത്, എത്രത്തോളം റിഫ്രാക്ഷൻ സംഭവിക്കും, ഇതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും അല്ലെ. അപ്പൊ ഒരു മീഡിയം ഏതാണ്, ആ മീഡിയത്തിന്റെ പ്രത്യേകതകൾ, അതിന്റെ പ്രോപ്പർട്ടീസ്, അതിൽ കൂടെ പോകുന്ന മീഡിയത്തിന്റെ പ്രോപ്പർട്ടി അല്ല, അതിൽ കൂടെ പോകുന്ന ലൈറ്റിന്റെ പ്രത്യേകതകൾ എല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ എന്തറിഞ്ഞാൽ മതി, അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അറിഞ്ഞാൽ മതി അല്ലെ. സോ ഇന്ന് നമ്മള് മറ്റൊരു ടേം, ഈ ഒരു ലൈറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട മറ്റൊരു ടേം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ആദ്യം നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ഞാനൊരു ഇവിടെ നിന്ന് ലൈറ്റ് ഇങ്ങനെ പോവാം, ഇവിടം വരെ പോവാണേ. അപ്പൊ എ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ബി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുവാണ്. ഓക്കെ, ഇതിപ്പോ എയർ ആണെന്ന് വിചാരിക്കുക കേട്ടോ. ഈ മീഡിയം എയർ ആണെന്ന് വിചാരിക്കും. ഈ മീഡിയം എയർ ആണെങ്കിൽ ഈ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന എത്ര സ്പീഡിലായിരിക്കും? നമുക്കറിയാം 3 × 10⁻⁸ മീറ്റർ/സെക്കൻഡിലായിരിക്കും. ഇനി ഇതൊരു വാട്ടർ ആണ്, വെള്ളത്തിന്റെ അടിയിൽ കൂടെയാണ് ഇപ്പൊ ലൈറ്റ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കും. മീഡിയം വാട്ടർ ആണെന്ന് വിചാരിക്കുക. വാട്ടറിന്റെ സ്പീഡ് എത്രയാ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്തായിരുന്നു. 2.25 × 10⁻⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പൊ ഏറ്റവും സ്പീഡിൽ പോകുന്നത് എവിടെ കൂടെയാണ്? എയർ അഥവാ വായുത്തിൽ കൂടെയാണ് നമുക്കറിയാം. വേറെ എന്ത് മീഡിയം നമ്മൾ കൺസിഡർ ചെയ്താലും അതിനേക്കാളും സ്പീഡ് കുറഞ്ഞായിരിക്കും അതിലൂടെ ട്രാവൽ ചെയ്യുന്നത്. ഇനി ഗ്ലാസ് ആണെങ്കിലോ അതിലും സ്പീഡ് കുറവാ. ഓൾമോസ്റ്റ് 2 × 10⁻⁸ മീറ്റർ/സെക്കൻഡിലൊക്കെയാണ് ഗ്ലാസ്സിൽ കൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും സ്പീഡിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഇതിൽ കൂടെയാണ്, എയറിൽ കൂടെയാണ്. കുറച്ചും കൂടി സ്ലോ ആയിട്ടായിരിക്കും വാട്ടർ, കുറച്ചും കൂടി സ്ലോ ആയിരിക്കും ഗ്ലാസ്. ഇനിയിപ്പോ ഡയമണ്ട് ഒക്കെ വരുവാണെങ്കിൽ ഡയമണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2.42 ആണ്. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുന്തോറും എന്താ സംഭവിക്കുന്നത്? സ്പീഡ് കുറവാണ്. ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയത്തിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് വളരെ സ്ലോ ആയിട്ടായിരിക്കും. എന്നാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കുറവായിട്ടുള്ള എയറിൽ കൂടെയാണ് ലൈറ്റ്, അല്ലെങ്കിൽ വാക്വത്തിൽ കൂടെയാണ് ലൈറ്റ് ഏറ്റവും സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഡയമണ്ട് ഒക്കെ വരുമ്പോഴേക്കും പിന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടും. 2.42 ആണ് ഡയമണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അകത്തൂടെ കടന്നു പോകുന്ന ലൈറ്റിന്റെ സ്പീഡോ കമ്പാരിറ്റീവ്ലി എയറുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പം എന്റെ ചോദ്യം ഇതാണ്. ഇതിപ്പം എയർ ആണെന്ന് വിചാരിക്കാം, ഈ മീഡിയം എയർ ആണെന്ന് വിചാരിക്കാം. അപ്പൊ എയറിൽ കൂടെ എയിൽ നിന്ന് ബി വരെ ഈ ലൈറ്റ് ട്രാവൽ ചെയ്തു. ഇനിയിപ്പോ ഇത് വാട്ടർ ആണെന്ന് വിചാരിക്കാം. വാട്ടർ ആണെങ്കിലും എയിൽ നിന്ന് ബി വരെയാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. ഇത് എയർ ആണെങ്കിലാണോ വാട്ടർ ആണെങ്കിലാണോ ആദ്യം ഈ ലൈറ്റ് എത്തുന്നത്? അതായത് പെട്ടെന്ന് ലൈറ്റ് എയിൽ നിന്ന് ബിയിലോട്ട് എത്തുന്നത് എയറിലായിരിക്കുമ്പോഴാണോ വാട്ടറിലായിരിക്കുമ്പോഴാണോ? സ്പീഡ് ആർക്കാ കൂടുതൽ? എയറിനാണ് അല്ലേ. അപ്പൊ സ്പീഡ് കൂടുതലാണെങ്കിൽ പെട്ടെന്ന് എത്തത്തില്ലേ? ഇതിപ്പം നമ്മളൊരു സ്ഥലത്ത് കാറിൽ പോവാന്ന് വിചാരിക്കാം. അങ്ങോട്ട് പോയപ്പോ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരു 20 km/h പോകാൻ പറ്റുള്ളൂ. അത്രയും ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. തിരിച്ചു വന്നപ്പോ അത്ര ട്രാഫിക് ബ്ലോക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് 60 km/h പോരാൻ പറ്റി. ഞാൻ പെട്ടെന്ന് എത്തുന്ന എപ്പോഴായിരിക്കും? 20 പോയപ്പോഴാണോ 60 പോയപ്പോഴാണോ? തിരിച്ചു പോന്നപ്പോഴായിരിക്കും അല്ലെ. തിരിച്ചു പോന്നപ്പോ ലെസ് ടൈം മതി, കാരണം എന്താ? സ്പീഡ് കൂടുതലായിരുന്നു. അങ്ങോട്ട് പോയപ്പോഴോ അത്ര സ്പീഡിലൊന്നും പോകാൻ പറ്റുന്നതുകൊണ്ട് കൂടുതൽ സമയം വേണ്ടി വരും. സോ എയറിൽ കൂടെയാണ് എ ടു ബി നമ്മൾ ട്രാവൽ ചെയ്യുവാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഇതിന് എൽ എന്ന് കൊടുക്കുവാന്ന് വിചാരിച്ചു. ഈ എ ടു ബിയിൽ ട്രാവൽ ചെയ്ത ലെങ്ത് എന്ന് പറയുന്നത് എൽ ആണ്. ഓക്കെ, അപ്പൊ ഈ എൽ ലെങ്ത് ട്രാവൽ ചെയ്യാൻ എയറിൽ കൂടെ ആണെങ്കിൽ കുറച്ച് സമയം മതി, വാട്ടറിൽ കൂടെ ആണെങ്കിലോ കുറച്ചും കൂടി കൂടുതൽ സമയം വേണം അല്ലെ. സോ മീഡിയം മാറുന്നതനുസരിച്ച് ലൈറ്റ് ഒരു ഡിസ്റ്റൻസിൽ നിന്ന് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ഡിസ്റ്റൻസിനുള്ള ടൈം മാറും അല്ലെ. എയറിലാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുക്കുന്നതിനേക്കാളും കൂടുതൽ സമയം എടുക്കും വാട്ടറിലാണെങ്കിൽ, അതിനേക്കാളും കൂടുതൽ സമയം എടുക്കും ഗ്ലാസ്സിലാണെങ്കിൽ. ഓക്കെ, അപ്പൊ ഓരോ മീഡിയം മാറുന്നതനുസരിച്ച് അത് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ട്രാവൽ ചെയ്യാനുള്ള സമയം കൂടും. മനസ്സിലായോ? അപ്പോ ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി വരെ ഇത് ട്രാവൽ കവർ ചെയ്ത ഡിസ്റ്റൻസ്, ഇത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് ജോമെട്രിക് പാത്ത് എന്ന് പറയുന്നത്. അതിപ്പോ ഏത് മീഡിയം ആയിക്കോട്ടെ, എയർ ആയിക്കോട്ടെ, വാട്ടർ ആയിക്കോട്ടെ, ഗ്ലാസ് ആയിക്കോട്ടെ, ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റ് വരെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, അത് കവർ ചെയ്ത ഡിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് അതിന്റെ ജോമെട്രിക് പാത്ത് എന്ന് പറയുന്നത്. അതേസമയം ഇതേ
ഡിസ്റ്റൻസ് എയറിൽ കൂടെയാണ് കവർ ചെയ്യുന്നതെങ്കിൽ ഇതേ ഡിസ്റ്റൻസ് ഇപ്പം ഈ A to B ഒരു 1 മീറ്റർ ആണെന്ന് വിചാരിച്ചു. അപ്പം 1 മീറ്റർ ഞാൻ വാട്ടറിൽ കൂടെ ഞാൻ കവർ ചെയ്തത് 1 മീറ്റർ. അത് കവർ ചെയ്യാൻ ഞാൻ എടുത്ത സമയം എന്ന് പറയുന്നത് ഒരു 2 സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, വെറുതെ ഞാനൊരു സമയം പറഞ്ഞതാണ്. അതിനെടുത്ത സമയം എന്ന് പറയുന്നത് ഒരു 2 സെക്കൻഡ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 2 സെക്കൻഡ് കൊണ്ട് ഞാൻ എയറിൽ കൂടെ ട്രാവൽ ചെയ്യാൻ എത്ര ഡിസ്റ്റൻസ് എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും? ഓക്കെ, ഒന്നും കൂടെ ഞാൻ പറയാം. എയിൽ നിന്ന് ബി വരെ എനിക്ക് ട്രാവൽ ചെയ്യാൻ എടുത്ത സമയം 2 സെക്കൻഡ് ആണ്. ആ സമയം കൊണ്ട് ഞാൻ കവർ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? 1 മീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ ഈ 2 സെക്കൻഡ് കൊണ്ട് എയറിൽ എനിക്ക് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ പറ്റും? ഇതിനേക്കാളും കൂടുതൽ ട്രാവൽ ചെയ്യാൻ പറ്റും അല്ലേ? ഇതിപ്പോ വാട്ടർ ആണെന്ന് വിചാരിക്കുക. വാട്ടറിൽ എനിക്ക് 2 സെക്കൻഡ് കൊണ്ടാണ് 1 മീറ്റർ കവർ ചെയ്യാൻ പറ്റിയത്. എനിക്കല്ല, ലൈറ്റിന്. ഓക്കെ, അപ്പൊ ലൈറ്റിന് 2 സെക്കൻഡ് കൊണ്ടാണ് എയിൽ നിന്ന് ബിയിൽ എത്താൻ സാധിച്ചത്. 1 മീറ്റർ കവർ ചെയ്യാൻ 2 സെക്കൻഡ് എടുത്തു. അങ്ങനെയാണെങ്കിൽ 2 സെക്കൻഡ് കൊണ്ട് എയറിൽ ലൈറ്റിന് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റും? ഇതിനേക്കാളും കൂടുതൽ പറ്റും. നമുക്ക് ജസ്റ്റ് അസ്യൂം ചെയ്യാം ഒരു 1.25 മീറ്റർ കവർ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ എയറിൽ കവർ ചെയ്ത ഡിസ്റ്റൻസ്, ആ ഒരു സമയം കൊണ്ട് എയറിൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റി? ആ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത്. മനസ്സിലായോ? ഒരു വട്ടം കൂടെ ഞാൻ പറയാം. എയിൽ നിന്ന് ബി വരെ കവർ ചെയ്യാൻ വാട്ടറിൽ കൂടെ എടുത്ത സമയം 2 സെക്കൻഡ് ആണ്. ഓക്കെ, എയിൽ നിന്ന് ബി വരെ ലൈറ്റിന് ട്രാവൽ ചെയ്യാൻ വാട്ടറിൽ കൂടെ ട്രാവൽ ചെയ്യാൻ എടുത്ത സമയം 2 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ എയറിൽ കൂടെ 2 സെക്കൻഡ് കൊണ്ട് ലൈറ്റ് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യും? A to B 1 മീറ്റർ ആണെന്ന് വിചാരിക്കാം. 1 മീറ്റർ കവർ ചെയ്യാൻ 2 സെക്കൻഡ് മതിയായിരുന്നു വാട്ടറിൽ. അതേസമയം 2 സെക്കൻഡ് കൊണ്ട് എയറിലാണെങ്കിലും അതിൽ കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റും. കാരണം അതിലും സ്പീഡിലല്ലേ ലൈറ്റ് പോകുന്നത് എയറിൽ കൂടെ. സോ ആ ഡിസ്റ്റൻസിനെ പറയുന്ന പേര്, ആ ഒരു ടൈം കൊണ്ട് എയറിൽ കവർ ചെയ്യാൻ പറ്റുന്ന ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഇത് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് അതിന്റെ ഡെറിവേഷനിലേക്ക് പോവാം. ഒന്നും കൂടെ ക്ലിയർ ആവുക. അപ്പൊ ലെറ്റ് A to B എന്ന് പറയുന്നത് ഏത് മീഡിയം ആയിക്കോട്ടെ, എയിൽ നിന്ന് ബി വരെ ട്രാവൽ ചെയ്യാൻ എടുത്ത ഡിസ്റ്റൻസ് ആണ് ജോമെട്രിക് പാത്ത് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മ്യൂസ് ഈക്വൽ ടു C/V എന്നുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ ഒന്ന് എഴുതുവാണ്. ഓക്കെ, മ്യൂസ് ഈക്വൽ ടു C/V. എന്തിനാ എഴുതുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഈ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത്തും ജോമെട്രിക് പാത്ത് ലെങ്ത്തും ഒക്കെ തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് മ്യൂസ് ഈക്വൽ ടു C/V. സി എന്ന് പറയുന്നത് എന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. വി എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ അനദർ മീഡിയം. ഓക്കെ, അപ്പം സിക്ക് പകരം സി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ എയറിൽ പോകുന്ന ഡിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുവാണ്, എയർ ഓർ വാക്വം. ഓക്കെ, അപ്പം ഇവിടെ കവർ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? AB ആണ് അല്ലെ? AB എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കവർ ചെയ്തു. അതിനടുത്ത സമയം ഞാൻ സ്മോൾ ലെറ്റർ T എന്ന് കൊടുക്കുക. ഇനി വേറൊരു മീഡിയത്തിലൂടെ ഇതേ ഡിസ്റ്റൻസ് കവർ ചെയ്യുവാണ്. അപ്പൊ നമുക്ക് വാട്ടർ ആണെന്ന് വിചാരിക്കുക. വാട്ടറിൽ കവർ ചെയ്ത ഡിസ്റ്റൻസ് AB ആണ്. അതിനടുത്ത സമയം T. എന്താണ് ഇക്വേഷൻ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ആ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്ത്. അപ്പം സ്മോൾ ലെറ്റർ T എന്ന് പറയുന്നത് എയറിൽ കൂടെ കവർ ചെയ്യാൻ എടുത്ത് ലൈറ്റ് റേ കവർ ചെയ്ത ടൈമും, ക്യാപിറ്റൽ ലെറ്റർ T എന്ന് പറയുന്നത് വാട്ടറിൽ കൂടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മീഡിയത്തിൽ കൂടെ ഈ AB ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുത്ത ടൈമുമാണ്. AB ക്യാൻസൽ ആയി പോവില്ലേ? ഈ സ്മോൾ ലെറ്റർ T അങ്ങോട്ട് പോകും, ക്യാപിറ്റൽ ലെറ്റർ T അങ്ങോട്ട് പോകും, മേളിലോട്ട് പോകും. ഇക്വേഷൻ എങ്ങനെ വരും? ക്യാപിറ്റൽ T/T എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം T is equal to mu T. T എന്ന് പറയുന്നത് എന്താണ്? ഒരു മീഡിയത്തിൽ കൂടി ലൈറ്റ് ട്രാവൽ ചെയ്യാൻ എടുത്ത സമയം. സ്മോൾ ലെറ്റർ T എന്ന് പറയുന്നത് എയറിൽ കൂടി ലൈറ്റ് ട്രാവൽ ചെയ്യാൻ എടുത്ത സമയം. അപ്പൊ എയറിൽ കൂടി ലൈറ്റ് ട്രാവൽ ചെയ്യാൻ എടുത്ത സമയത്തിന്റെ കൂടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വേറൊരു മീഡിയത്തിൽ കൂടി അതേ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ ലൈറ്റിന് എത്ര സമയം വേണ്ടി വരും? മനസ്സിലായോ? ഇത് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് അല്ല, സമയം തമ്മിലുള്ള റിലേഷൻ ആണ്. ആരൊക്കെ തമ്മിലുള്ള സമയം? AB എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ്, AB എന്ന് പറയുന്ന ഒരു ജോമെട്രിക് പാത്ത് ലെങ്ത് കവർ ചെയ്യാൻ എയറിൽ കൂടെ കവർ ചെയ്യാൻ എത്ര സമയം എടുക്കും?
അതേപോലെ വാട്ടർ അല്ലെങ്കിൽ വേറൊരു മീഡിയത്തിൽ കൂടെ കവർ ചെയ്യാൻ എത്ര സമയം എടുക്കും? ഈ രണ്ട് സമയങ്ങൾ തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്കിപ്പോ കിട്ടിയത്. ക്യാപിറ്റൽ ലെറ്റർ ടി എന്ന് പറയുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു മീഡിയത്തിൽ കൂടി ലൈറ്റ് ആ ഒരു എ ബി ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുക്കുന്ന സമയം. സ്മോൾ ലെറ്റർ ടി എന്ന് പറയുന്നതോ എയറിൽ കൂടി ആ എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുത്ത സമയം. ഈ രണ്ട് സമയങ്ങളും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മളിപ്പോ പഠിച്ചത്. ജോമെട്രിക് പാത്ത് ലെങ്തും ഒപ്റ്റിക്കൽ പാത്ത് ലെങ്തും തമ്മിലുള്ള റിലേഷൻ അല്ലേ? അത് നമ്മൾ വരുന്നേ ഉള്ളൂ. നമ്മളിപ്പോ പഠിച്ചത് എന്താ? എ ബി എന്ന് പറയുന്ന ഒരു ജോമെട്രിക് പാത്ത് ലെങ്ത് കവർ ചെയ്യാൻ എയറിൽ കൂടെയാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ എടുക്കുന്ന സമയവും വേറൊരു മീഡിയത്തിൽ കൂടെയാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ എടുക്കുന്ന സമയവും തമ്മിലുള്ള റിലേഷൻ. ദാറ്റ് ഈസ് ടി ഈസ് ഈക്വൽ ടു മ്യൂ ടി. ടി എന്ന് പറയുന്നത് ഒരു മീഡിയത്തിൽ കൂടെ എ ബി ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ ലൈറ്റിന് എടുക്കുന്ന സമയം. മ്യൂ എന്ന് പറയുന്നത് ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സ്മോൾ ലെറ്റർ ടി എന്ന് പറയുന്നത് എയറിൽ കൂടെ ആ എ ബി ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുത്ത സമയം. മനസ്സിലായോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ഇതിൽ നിന്ന് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് കണ്ടുപിടിക്കാൻ പോവാം. ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത്തിന് ഞാൻ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ഡെൽറ്റയാണ്. എന്താണ് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത്? ലൈറ്റിന് ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവെൽ, ഇപ്പൊ 2 സെക്കൻഡ് എന്ന് വിചാരിക്കാം. 2 സെക്കൻഡ് കൊണ്ട് ഒരു മീഡിയത്തിൽ കൂടി കവർ ചെയ്യുന്ന ലെങ്ത് ആണ് എന്ത്? ജോമെട്രിക് പാത്ത് ലെങ്ത്. അതേ 2 സെക്കൻഡിൽ കൂടെ എയറിൽ കൂടെ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റും? അതിനെയാണ് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ ടൈമില് ഒരു കോമൺ ആയിട്ട് ഒരു മീഡിയത്തിൽ കൂടെ ഏതെങ്കിലും ഒരു മീഡിയത്തിൽ കൂടെ ഒരു പെർട്ടിക്കുലർ ടൈമിൽ കവർ ചെയ്ത ഡിസ്റ്റൻസ് ആണ് ജോമെട്രിക് പാത്ത് ലെങ്ത് എന്ന് പറയുന്നത്. അതേ സമയം കൊണ്ട് എയറിൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റും? അതിനെയാണ് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒപ്റ്റിക്കൽ പാത്ത് ലെങ്തും ജോമെട്രിക് പാത്ത് ലെങ്തും കൺഫ്യൂഷൻ ആവരുത്. ജോമെട്രിക് പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെർട്ടിക്കുലർ ടൈമിനുള്ളിൽ ഒരു നോർമൽ മീഡിയത്തിൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റും, അതേ പർട്ടിക്കുലർ ടൈമിനുള്ളിൽ എയറിൽ കൂടെ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റും, അതാണ് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത്. സോ ജോമെട്രിക് പാത്ത് ലെങ്തിനെ ഞാൻ ക്യാപിറ്റൽ ലെറ്റർ എൽ എന്നും ഒപ്റ്റിക്കൽ പാത്ത് ലെങ്തിനെ ഞാൻ ഡെൽറ്റ എന്ന് ഡിനോട്ട് ചെയ്യുക. അപ്പൊ ഇവര് തമ്മിലുള്ള ബന്ധവും നമുക്ക് കണ്ടുപിടിക്കാം. ജസ്റ്റ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? എയറിൽ കൂടെ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ്. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ? സ്പീഡ് എന്താണ്? എയറിൽ കൂടെ പോകുന്ന ലൈറ്റിന്റെ സ്പീഡ് സി ആണ്. എയറിൽ കൂടി പോകുമ്പോൾ ഇത് ട്രാവൽ ചെയ്യുന്ന ടൈം എത്രയാണ്? സ്മോൾ ലെറ്റർ ടി ആണ്. ഇനി ക്യാപിറ്റൽ എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വേറൊരു മീഡിയത്തിൽ കൂടെ പോകുന്ന ഡിസ്റ്റൻസ്. അപ്പം അത് കവർ ചെയ്യുന്ന സ്പീഡ് എത്രയാണ്? വെലോസിറ്റി വി ആണ്. അതേ ടൈമിലാണ് അല്ലെ? അതേ ടൈമിലാണ് നമ്മൾ ഈ മീഡിയത്തിൽ കൂടെയും പോകുന്നത്. അപ്പൊ ടി. ദെൻ ഡെൽറ്റ ഞാൻ ഡെൽറ്റ ബൈ എൽ ചെയ്യുവാണ്. അപ്പൊ എങ്ങനെ വരും? സി ടി ബൈ വി ടി. ടിയും ടിയും കട്ട് ചെയ്തു പോയി. സി ബൈ വി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ആണ്. അപ്പൊ എനിക്ക് എന്ത് റിലേഷൻ കിട്ടി? ഡെൽറ്റ ബൈ എൽ ഈക്വൽ ടു മ്യൂ. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ഈക്വൽ ടു മ്യൂ വെൽ. ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണ്? ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത്. എൽ എന്ന് പറയുന്നത് എന്താണ്? ജോമെട്രിക് പാത്ത് ലെങ്ത്. ഒപ്റ്റിക്കൽ പാത്ത് ലെങ്തും ജോമെട്രിക് പാത്ത് ലെങ്തും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മളിപ്പോ പഠിച്ചത്. ഒന്ന് ഒരു പെർട്ടിക്കുലർ ജോമെട്രിക്, രണ്ടും ഒന്ന് ശ്രദ്ധിച്ചോണേ. ഒന്നാമത്തെന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ജോമെട്രിക് പാത്തിൽ കൂടി പാത്ത് കവർ ചെയ്യാൻ എയറിൽ കൂടെ ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുക്കുന്ന സമയവും വേറൊരു മീഡിയത്തിൽ കൂടെ ആണെങ്കിൽ ഇതേ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുക്കുന്ന സമയവും തമ്മിലുള്ള റിലേഷൻ ആണ് എന്ത്? ടി ഈസ് ഈക്വൽ ടു മ്യൂ ടി. അതേസമയം ഒപ്റ്റിക്കൽ പാത്ത് ലെങ്തും ജോമെട്രിക് പാത്ത് ലെങ്തും തമ്മിലുള്ള റിലേഷൻ ആണ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു മ്യൂ വെൽ. മനസ്സിലായോ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെർട്ടിക്കുലർ സമയത്തിനുള്ളിൽ എയറിൽ കൂടെ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റും. ജോമെട്രിക് പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? അതേ പർട്ടിക്കുലർ ടൈമിൽ കൂടെ വേറൊരു മീഡിയത്തിലൂടെ എത്ര ഡിസ്റ്റൻസ് ലൈറ്റ് കവർ ചെയ്യും. അത് തമ്മിലുള്ള റിലേഷൻ ആണ് ഡെൽറ്റ ഈക്വൽ ടു മ്യൂ വെൽ. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വരാം. താങ്ക് യു.